പൊന്നാനി മുല്ല റോഡിലെ കടൽ തീരത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് ചോദ്യം ചെയ്ത വീട്ടുകാരെ കയ്യേറ്റം ചെയ്തതായി പരാതി. പൊന്നാനി മുല്ല റോഡിന് സമീപത്തെ കടൽ തീരത്ത് മാലിന്യ നിക്ഷേപം പതിവായതോടെ ഇത് ചോദ്യം ചെയ്ത സമീപവാസികളെ കയ്യേറ്റം ചെയ്തതായി പരാതി. മുല്ല റോഡ് സ്വദേശി ഹാജിയാരകത്ത് പരീതിനെയും വീട്ടിലെ സ്ത്രീകളെയും മർദ്ദിച്ചുവെന്നാണ് പരാതി. മാസങ്ങളായി ഇവരുടെ വീടിന് സമീപത്തെ കടൽ തീരത്ത് അയൽ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ എത്തി മാലിന്യം നിക്ഷേപിക്കുന്നതായാണ് പരാതിയുള്ളത്. പലതവണ ഇത് വിലക്കിയെങ്കിലും മാലിന്യ നിക്ഷേപം തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും സ്ത്രീകളെത്തി മാലിന്യം തള്ളുന്നത് കണ്ടപ്പോൾ വീട്ടുകാർ ഇത് ചോദ്യം ചെയ്തു. ഇതേ തുടർന്ന് പുരുഷന്മാർ ഉൾപ്പെടെ എത്തി പരീതിന്റെ വീട് കയറി ആക്രമിക്കുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. മർദ്ദനത്തിൽ പരീതിന് പരിക്കേറ്റു. സംഭവത്തിൽ വീട്ടുകാർ പൊന്നാനി പോലീസിൽ പരാതി നൽകി. ഇവിടെ ഇതിൻ്റെ മേളൊരു കോളനിയില്ല, 66 കോളനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ ലോകമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് വേസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ കടപ്പുറത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ടീം വന്നിരുന്നു, 5-6 പെണ്ണുങ്ങൾ. അപ്പോൾ അവർ ഇവിടെ പെണ്ണുങ്ങൾ അവരുടെ വർത്തമാനം പറഞ്ഞു ഇവിടെ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അവർ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞാനും ഇവിടെ ഈ അടുത്ത വീട്ടിലെ ഷാഫി എന്ന് പറഞ്ഞ പയ്യൻ കൂടി ഞങ്ങൾ ഇങ്ങനെ കടപ്പുറത്തേക്ക് പോയപ്പോൾ അവിടെ ബഹളം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട, നിങ്ങൾ കഷ്ടപ്പെടാൻ പറ്റില്ല, ഫോട്ടോ എടുത്തിട്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ പോലെയെന്നാണ്. അത് കഴിഞ്ഞപ്പോൾ ഹസീന എന്ന് പറഞ്ഞ പെണ്ണും വേറൊരു സ്ത്രീയും കൂടിയിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവർ പോയി. അതിൽ 66 നിന്ന് ഷംസു എന്ന് പറഞ്ഞൊരു ഒരാൾ വന്നിട്ട് എന്നെ ഈ വഴിയിലിട്ട് തല്ലി. അവരുടെ മോളെ അനിയത്തി ആരോ കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങോട്ട് അറിയുക ആ അങ്ങോട്ട് സമ്മതം അവിടെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പം ഷംസുവിൻ്റെ അനിയൻ നീഫ എന്ന് പറഞ്ഞൊരു പയ്യൻ അവനും വന്ന് തല്ലി. പിന്നെ അവിടെ നിന്ന് കുറേ ഒരു 10-15 ചെക്കന്മാർ വന്നിട്ട് വീട് കയറി ആക്രമിച്ചു. അതിൻ്റെ കാലിന് എല്ലിന് പൊട്ടുണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ ഇവിടെ ഇതിൽ അടിയിട്ടിൻ്റെ ഇതുണ്ടായിരുന്നു, നെഞ്ചിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെ സ്ത്രീകളെ ആക്രമിച്ചു, ഈ പ്രദേശത്തുള്ള സ്ത്രീകളൊക്കെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൺകുട്ടികളെ കൂട്ടിയിട്ട് ഞങ്ങൾ കാട്ടിത്തരാമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് ആക്രമണം ചെയ്ത് പേരെ കയറി അടിച്ച് പണിയാക്കിയിട്ടാണ് പോയത്. ഇന്നലെ പിടിച്ചവരും പഴിച്ചവരും ഒക്കെ അവരെ തള്ളിയിട്ടും കുത്തിയിട്ടും എല്ലാം ഓരോന്ന് ഇതാക്കിയിട്ടും അവൻ്റെ കാലായിട്ട് വയ്യാത്തൊരു കാര്യം, ആ കാലെല്ലാം ചവിട്ടി പണിയാക്കിയിട്ടു. ഞങ്ങളെല്ലാവരും ഇന്നലെ അങ്ങോട്ട് വന്നതാണ്. വീണ്ടും എത്രായിരം ജനങ്ങളാണ് ആൺകുട്ടികൾ വന്നിട്ട് പെര കയറിയിട്ട് ആക്രമണം ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നമ്മൾക്ക് വെള്ളം വന്നായിട്ട് കച്ചറ വന്നിട്ട് അടിന ഭാഗമാണ് ഇപ്പോൾ അത് നല്ല മട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ആഘോഷങ്ങൾ വരവായി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൻഹ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ, തിരൂർ.